ഈ 39 2000 ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡിഫറൻസ് ഇവരുടെ പല പ്രോഡക്റ്റുകളും നമ്മൾ വേറെ എവിടെയെങ്കിലും നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അതിനെക്കാട്ടിലും കുറഞ്ഞ ഒരു കാശിന് നമുക്ക് അവിടെ വാങ്ങാൻ കഴിയും. റീസെന്റ് ആയിട്ടല്ല, എന്നാലും OBOC എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെ ആവുന്നത് 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ് കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുള്ള് എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ മീഷോയിൽ നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് പിന്നെ എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷം? നമ്മുടെ KK ഫാമിലിയുടെ പുതിയ റീൽസ് ഒക്കെ കണ്ടിട്ട് പുതിയ സാരിയോ കമ്മലോ വളയോ എന്തെങ്കിലുമൊക്കെ വാങ്ങാനായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കാര്യം കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ നമ്മുടെ KK ഫാമിലിയുടെ ഉടമസ്ഥതയിലുള്ള OBOC എന്ന ബുട്ടീക്കുമായിട്ട് ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന വിമർശനങ്ങൾ. അതായത് ഒരു സെലിബ്രിറ്റി ബ്രാൻഡ് എന്ന നിലയിൽ വലിയ രീതിയിൽ പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു സ്ഥാപനമാണ് അത്, അല്ലേ? പക്ഷെ ശരിക്കും അവിടെ എന്താണ് നടക്കുന്നത്? അതായത് ഒരു സാധാരണ കസ്റ്റമർ അവിടെ വന്ന് പണം കൊടുത്തൊരു സാധനം വാങ്ങാൻ പോയാൽ അവർക്കുണ്ടാകുന്ന അനുഭവം എന്താണ്? അതിന്റെ ചില യാഥാർത്ഥ്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഓക്കെ, നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ് കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുള്ള് എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്? അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ലുക്കോ അല്ലെങ്കിൽ എങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് അടുത്ത് കൊടുക്കണേന്നൊന്നും അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡും ഇല്ല, ഫോണെ പോയിട്ട് വരണേ വരട്ടെ. എനിക്കൊന്ന് അന്ന് അതൊക്കെ പീക്ക് ടൈമായിരുന്നു തോന്നുന്നു, മറ്റേ പറ്റിക്കുന്നതിന്റെ. സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസിലൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലുക്കുള്ള സാധനം ആയിരിക്കും എന്ന്. പക്ഷേ എടുത്തു തരുന്ന സാധനം നമ്മളിങ്ങനെ മീഷോയിൽ നല്ല സാധനം വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ആ ക്വാളിറ്റി പോലും എനിക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് ഓൺലൈനിൽ ഇവരുടെ വീഡിയോയുടെ പരസ്യങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഏതോ ഇറ്റലിയിൽ നിന്ന് ഡിസൈനർമാരെ കൊണ്ടുവന്നിട്ട് വളരെയധികം ഫിനിഷിംഗ് ഒക്കെ ഉള്ള ഒരു വലിയൊരു പ്രീമിയം സംഭവങ്ങളൊക്കെയാണ് ഇവരവിടെ കൊടുക്കുന്നതെന്നാണ്. പക്ഷേ അതൊക്കെ വെറും തള്ളാണ്. ആ ഒരു വീഡിയോയിൽ കാണുന്ന ഫിനിഷിംഗ് സംഭവങ്ങളൊന്നും നമ്മൾ ആ ഒരു കടയിൽ ചെന്ന് അവരുടെ ഒരു ബൊട്ടീക്കിൽ ചെന്ന് നോക്കിയാൽ നമുക്ക് അവിടെ അതൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു പാവമേൽ ചുറ്റി വെച്ചിരിക്കുന്നതൊക്കെ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ലോക്കൽ ചന്തയിൽ പോയിട്ട് അവിടെ കാണുന്ന ആ ഒരു സെയിം ക്വാളിറ്റി മെറ്റീരിയൽ സംഭവമാണ് ഇവിടെ അവർ കൊണ്ടുവന്ന് വിൽക്കുന്നത്. അതായത് അവിടെ 500 രൂപയ്ക്ക് കിട്ടുന്ന സംഭവം ഇവരിവിടെ 5000 രൂപയ്ക്ക് വിൽക്കുന്നു. എന്ന് വെച്ചാൽ ഇത്രയും ഓഞ്ഞ സാധനങ്ങളല്ലേ അവർ കൊടുക്കുന്നത്. ഇനി അവിടെ പോകുന്ന കസ്റ്റമേഴ്സിന്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതായത് ഒരു 2 വർഷം മുമ്പ് ഒരു കുട്ടി 2024 അവരുടെ കല്യാണ പർച്ചേസിങ്ങിനായിട്ട് അവർ ആ ഒരു സ്ഥാപനത്തിൽ വരുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവരുടെ ഈ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് വലിയ പ്രതീക്ഷയിലാണ് ആ ഒരു കുട്ടി അവിടെ ചെത്തുന്നത്. അവിടെ എത്തുമ്പോൾ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു സ്വാഗതം എന്ന് പറയുന്നത് വളരെയധികം മോശമായിരുന്നു. വളരെയധികം പ്രീമിയം സാധനങ്ങളൊക്കെ ലഭിക്കുമെന്ന് കരുതിയിട്ടാണ് അവരവിടെ പോയത്. പക്ഷെ യാഥാർത്ഥ്യം അതൊന്നും അല്ലായിരുന്നു. ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ അതേ ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജില് ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടും എന്നുള്ളൊരു. അവിടെ ചെന്നപ്പം മറ്റേ കേസിലൊക്കെ ഉണ്ടായിരുന്ന കണ്ണാടി സ്റ്റാഫ് അവരാണ് ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ അവർക്ക് എടുത്ത് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂട്ടത്തിൽ എടുത്ത് കാണിച്ചത് ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. അതുപോലെ നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വായിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനം വരുന്നുണ്ടായിരുന്നത്. എന്റെ കളറും ഭയങ്കര മോശം എന്ന് പറഞ്ഞാൽ ഒരു ബ്രൈഡിന് 2 ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ലിപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് വന്നപ്പോ നമ്മൾ വിചാരിച്ചു ഇതായിരിക്കും കുറച്ച് ചിലപ്പോ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റിയുള്ള സാധനമായിരിക്കും, നേരെ നല്ലത് കാണുന്നു വിചാരിച്ചു. അങ്ങനെ നേരെ ചോദിച്ചപ്പോ എടുത്തു തരാൻ വയ്യ, അത് മെയിൻ കാര്യം. എങ്ങനെയെങ്കിലും എടുത്തു തന്നു. അത് നോക്കിയപ്പോ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മള് കണ്ടത് മൊത്തം ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ ഇത് തോന്നും. അന്ന് അങ്ങനെയായിരുന്നു. നമുക്ക് കൂടുതൽ ടൈം കൊണ്ട് നിൽക്കാൻ പോലും തോന്നില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി. ഇല്ല നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. 2 കാര്യം കൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് എടുക്കാണ്ടിരുന്നത്. മെയിനായിട്ട് സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി ഒരു
നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റാഫ് ഒന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് നിങ്ങൾ വേണം കേട്ട് നോക്കിക്കോ എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നു കേൾക്കുമായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് സംഭവം മനസ്സിലായല്ലോ. ആ ഒരു കസ്റ്റമർ നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം അവിടെയുള്ള സ്റ്റാഫുകളുടെ പെരുമാറ്റമാണ്. ഒരു കസ്റ്റമറിന് ഒരു സാധനങ്ങൾ എടുത്ത് കാണിക്കാൻ പറഞ്ഞാൽ അതിന് പോലും ഒരു താല്പര്യമില്ലാത്ത വല്ലാത്തൊരു ബിഹേവിയറുള്ള കുറച്ച് ആൾക്കാരാണ് അവിടെ നിന്നത്. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുമ്പോൾ ഇവർ ഈ വീഡിയോയിലൊക്കെ പറയുന്ന ഒരു പ്രീമിയം എന്നൊക്കെ പറയുന്നില്ല. ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഒന്നും ഇവരുടെ പ്രോഡക്റ്റിൽ നിന്നും അവിടെ ഇല്ല എന്നതാണ് വസ്തുത. കണ്ടിടത്തോളം എന്താണ് ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് വന്ന വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവയിൽ വരച്ചു വെച്ചേക്കുന്നതാണ്. കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുൾ എടുത്ത് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. എന്ന് വെച്ചാൽ ആ പോയ ഒരു കസ്റ്റമറിന് ആ ഒരു പ്രീമിയം ഫീൽ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇവർ ഈ വീഡിയോസിൽ മാത്രമേ ഇവരുടെ ഒരു പ്രീമിയം സംഭവം ഉള്ളൂ. എന്ന് വെച്ചാൽ ഈ 500 രൂപയുടെ സാധനം വാങ്ങി ഇവിടെ ഒന്ന് 3000, 4000, 5000 വിൽക്കുന്ന ആ ഒരു സംഭവം മാത്രമേ അവിടെ ഉള്ളൂ. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും ഹൈ എൻഡ് ആണെന്ന് അവകാശപ്പെടുന്ന ഒരു ബൊട്ടീക്കിൽ വരുന്ന കസ്റ്റമേഴ്സിനോട് വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോടോ എന്ന മട്ടിലാണ് അവിടുത്തെ സ്റ്റാഫുകൾ പെരുമാറുന്നത്. കാശുള്ളവൻ വാങ്ങും, കാശില്ലാത്തവൻ മടങ്ങും എന്നൊരു ആറ്റിറ്റ്യൂഡാണോ ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരാൾ കാണിക്കേണ്ടത്? പിന്നെ ഈ സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ഒരു 2 വർഷം മുമ്പുള്ള ഒരു പഴയൊരു കാര്യം നമുക്ക് ഓർമ്മ വന്നത്. എന്ന് വെച്ചാൽ 2024 ഇതേ സ്റ്റാഫുകളാണ് അവിടെ നിന്ന് 65 ലക്ഷം രൂപ പറ്റിച്ചിട്ട് ഓടിയത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ ആ സംഭവമൊക്കെ. റീസെന്റ് ആയിട്ടല്ല, എന്നാലും ഒബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? അവർക്കൊക്കെ ലക്ഷങ്ങൾ കിട്ടേണോ? ഞാൻ ചോദിക്കാൻ 65 ലക്ഷം രൂപ പോയിട്ട് അറിഞ്ഞില്ലല്ലോ. ഞാനൊക്കെ അങ്ങനെയാവുന്ന 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൊമെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് ഒരു മനുഷ്യനെ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ച് അല്ലേ? 65 ലക്ഷം രൂപ മറ്റൊരു പോയതൊരു പോയിന്റ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ പോയി അറിയോ? 65 ലക്ഷം രൂപ പോയാൽ അറിയോ? അറിയില്ലടി. ഞാനറിയും. അപ്പൊ നമ്മളൊക്കെ അറിയും. അപ്പുറത്തെ ഒരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കിയിട്ട് അത് കളഞ്ഞേക്കണം. പിന്നെ അവരുടെ ഒരു മാനേജ്മെന്റിന്റെ രീതിയൊക്കെ ഒരു ചോദ്യചിഹ്നമാണ്. ഒരു പക്ഷേ ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാഫുകളായിരിക്കാം ഈ മോഷണം നടത്തിയത്. പക്ഷേ എന്തൊക്കെയോ അവിടെ പുകഞ്ഞു നീറുന്നില്ലേ എന്നൊരു സംശയമുണ്ട്. എങ്കിലും ഇത്തരം കാര്യങ്ങൾ അവിടെ നടക്കുന്ന ബിസിനസിന്റെ സുതാര്യതയാണ് ചോദ്യം ചെയ്യുന്നത്. നമുക്കിനി അവരുടെ പ്രോഡക്റ്റിന്റെയൊക്കെ വിലയിലേക്ക് വരാം. ഏതൊരു ബിസിനസ്സുകാരനും അവർക്ക് ഇഷ്ടമുള്ള വില അതിന് ഇടാം. അത് അവന്റെ അവകാശമാണ്. അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ വരുന്ന കസ്റ്റമേഴ്സിന് ആ ഒരു പണത്തിനുള്ള മൂല്യം ആ ഒരു പ്രോഡക്റ്റിൽ നിന്ന് ലഭിക്കണം. അവിടെയാണ് ഇവർ പരാജയപ്പെടുന്നത്. ഉദാഹരണത്തിന് ആ ഒരു ഇളക്കത്താലി പോലുള്ള ചില ട്രെൻഡിങ് ഐറ്റം ഒക്കെ അവർ കൊടുത്തല്ലോ. 1 ഗ്രാം സ്വർണത്തിലുള്ള സംഭവം എന്നൊക്കെ പറഞ്ഞിട്ട് വിൽക്കുന്ന അത് മീഷോയിൽ 39 രൂപയ്ക്ക് കിട്ടുന്ന സാധനം ഇവർ 1999 രൂപയ്ക്ക് കൊടുക്കുന്ന ആ ഒരു സെറ്റപ്പ് ഒക്കെ എന്ന് വെച്ചാൽ 36,000 2,000 ഡിഫറൻസ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് മനസ്സിലാക്കാം എത്രത്തോളം കൊള്ള ലാഭമാണ് ഇവർ അതിൽ നിന്ന് നേടുന്നതെന്ന്, അല്ലേ? ഇതേ സാധനം തന്നെ ഫ്ലിപ്കാർട്ടിലോ മറ്റേതെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലോ നോക്കിയാൽ ഇതേ സാധനം തന്നെ നമുക്ക് കിട്ടും. പക്ഷേ വിലയിൽ വളരെയധികം ഡിഫറൻസ് നമുക്ക് അവിടെ കാണാൻ കഴിയും. ഈ 39,000 2,000 ഡിഫറൻസ് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ഡിഫറൻസ് ഇവരുടെ പല പ്രോഡക്റ്റുകളും നമ്മൾ വേറെ എവിടെയെങ്കിലും നല്ലൊരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു സൈറ്റിൽ നോക്കിയാൽ നമുക്ക് അതിനെക്കാട്ടിലും കുറഞ്ഞ ഒരു കാശിന് നമുക്ക് അവിടെ വാങ്ങാൻ കഴിയും. ക്വാളിറ്റി ഒരു നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. അതിന് ഇടാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എടുത്ത് തരാൻ ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റാഫ് ഒന്നും ഒട്ടും ഒരു താല്പര്യം ഇല്ലാതെയാണ് നിങ്ങൾ വേണം കേട്ട് നോക്കിക്കോ എന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ലതായിരുന്നു കേൾക്കുമായിരുന്നു. നിങ്ങളുടെ ഇത്രയും വലിയൊരു സെലിബ്രിറ്റി വാല്യൂ ഉപയോഗിച്ച് ആൾക്കാരെ തട്ടിപ്പ് നടത്തി പറ്റിക്കുന്നത്, വഞ്ചിക്കുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണോ? എന്നാൽ ഇതെല്ലാം അറിഞ്ഞിട്ടും അവിടെ പോയി വാങ്ങുന്നവരുണ്ട്, വീണ്ടും പറ്റിക്കപ്പെടുന്നവർ. ആരാധനയാകാം, പക്ഷേ അന്ധമാകരുത് ഒന്നിനോടും. പിന്നെ ചുരുക്കത്തിൽ എനിക്ക് KK ഫാമിലിയോട് പറയാനുള്ളത്, ആളുകൾ നിങ്ങൾക്ക് തരുന്ന കാശിനുള്ള ആ ഒരു ക്വാളിറ്റി നിങ്ങൾ കൊടുക്കുന്ന പ്രോഡക്റ്റിന് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അല്ലാതെ നാട്ടുകാരെ മൂഞ്ചിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ കബളിപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന പരിപാടി അത്ര നല്ല പരിപാടി അല്ല. ഇനി അടുത്തെനിക്ക് പറയാനുള്ളത്, കസ്റ്റമേഴ്സിനോട് കൂടുതൽ മര്യാദയായി പെരുമാറാൻ കഴിയുന്നുള്ള സ്റ്റാഫുകളെ നിങ്ങൾ അവിടെ നിയമിക്കണം. പിന്നെ അവസാനമായിട്ടാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില നിങ്ങളുടെ ഒരു പ്രോഡക്റ്റിന് നിങ്ങൾക്കിടാം, അതൊരു തെറ്റുമില്ല. പക്ഷേ ആ വിലയ്ക്കുള്ള ഗുണനിലവാരമുള്ള സാധനങ്ങൾ നിങ്ങൾ കൊടുക്കണം, അല്ലെങ്കിൽ അതൊരു തട്ടിപ്പ് തന്നെയാണ്. പിന്നെ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഏതെങ്കിലും സെലിബ്രിറ്റി ബൊട്ടീക്കുകളിൽ പോയിട്ട് ഇതേപോലുള്ള ഒരു മോശമായിട്ടുള്ള അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം.